എല്ലാ മതക്കാരും അവരുടെ വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. ഓരോരുത്തർ പറയും എന്നെ ഈശോ രക്ഷിച്ചു, യേശു രക്ഷിച്ചെന്ന് പറയും. ചിലർ പറയും എന്നെ അള്ളാഹു രക്ഷിച്ചെന്ന് പറയും. ചിലർ പറയും എന്നെ അയ്യപ്പൻ രക്ഷിച്ചെന്നോ അല്ലെങ്കിൽ ഭഗവാൻ രക്ഷിച്ചെന്നോ ഒക്കെ പറയും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുമ്പോൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് മരിച്ചു വീഴുന്നത്. അതുപോലെ തന്നെ ശബരിമലയിലെ ദർശനത്തിന് പോകുമ്പോൾ പല ആളുകളും അറ്റാക്ക് വന്ന് മരിക്കാറുണ്ട്, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാറുണ്ട്. ചില ആളുകൾ ഈ മകരജ്യോതി കണ്ടിട്ട് കൂട്ടത്തോടെ മലയിടിഞ്ഞ് വീണ് ചരിത്രം നമുക്കുണ്ട്. അങ്ങനെ കുറേ ആളുകൾ ചത്താണ്. ബദ്രിനാഥ് ക്ഷേത്രത്തിൽ പോകുമ്പോൾ അങ്ങനെ ചത്തായിട്ട് നമുക്ക് കാണാം. വേളാങ്കണ്ണി ക്ഷേത്രത്തിൽ തീർത്ഥാടനത്തിന് പോയിരിക്കുന്ന ആളുകൾ ആക്സിഡൻറ്റിൽ കൂട്ടത്തോടെ മരിച്ചതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഏത് ദൈവത്തിനാണ് വിശ്വസിക്കുന്നത്? നിങ്ങൾ ആ ദൈവത്തെ വിശ്വസിച്ചാണ് നിങ്ങൾ പോകുന്നത്. പക്ഷേ നിങ്ങളെ ആ ദൈവം രക്ഷിക്കുന്നില്ല. നിങ്ങളുടെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഏത് ദൈവത്തെയാണ് വിശ്വസിക്കുന്നതെന്നൊരു ചോദ്യം നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കേണ്ടതുണ്ട്. മാത്രമല്ല, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് നിങ്ങൾ എന്താണ് വെച്ചിരിക്കുന്നത്? ഇപ്പോൾ ആധുനിക രീതിയിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനുള്ള ക്യാമറ വെച്ചിരിക്കുന്നത് നിങ്ങളുടെ പള്ളി സംരക്ഷിക്കാൻ, നിങ്ങളുടെ വിഗ്രഹം സംരക്ഷിക്കാൻ, നിങ്ങളുടെ ചിത്രങ്ങൾ സംരക്ഷിക്കാൻ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശാസ്ത്രാധിഷ്ഠിത ജീവിതം നയിക്കണ്ടേ?